കില്ലാടികളെ നമ്മുടെ സ്വന്തം ദീപ്തി നമ്മുടെ പരസ്പരത്തിൽ ദീപ്തി എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് അറിയും പരസ്പരം ദീപ്തി എന്ന് പറഞ്ഞാൽ അറിയും. ഏകദേശം നമ്മുടെ എന്താ ചേച്ചിയുടെ പേര് ഗായത്രി അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള പേര് തോന്നുന്നു. ഗായത്രി അരുൺ തന്നെയാണ് പേര്. അങ്ങനെ ഞാൻ കേട്ടിരിക്കുന്നത്, മനസ്സിലായില്ല. അപ്പൊ ഗായത്രി അരുൺ, അപ്പൊ പുള്ളിക്കാരത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റീസെന്റ് ആയിട്ട് ഇപ്പൊ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടു. എന്താ വെച്ചാൽ ഈ ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്, പ്രൈം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പേര്. അപ്പൊ എന്താ വെച്ചാൽ ജനുവരി ഏതൊരു മാസം 2024 തോന്നിയിട്ടുള്ള ഒരു മിനിറ്റ് ആ വീഡിയോ വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇനാഗുറേഷന് വേണ്ടി ചേച്ചി ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പൊ ചേച്ചിയും പോകുന്നുണ്ട്, സ്വാഭാവികമായും കുറച്ച് പൊളിറ്റീഷ്യൻസ് ഉണ്ട്, കുറച്ച് അതുപോലെ പ്രമുഖരുണ്ട്, മറ്റുള്ള പ്രമുഖരൊക്കെ ഉണ്ട് ഈ ഇനാഗുറേഷന്. അപ്പൊ എന്ന് വെച്ചാൽ ഇനാഗുറേഷൻ കഴിഞ്ഞു. നമ്മളൊരാളെ ഇനാഗുറേഷൻ ഇപ്പൊ ഞാനൊരു പരിപാടിക്ക് ഇപ്പോൾ ഹണിറോസിനെ വിളിക്കുകയാണ്, എക്സാമ്പിളാണ് കേട്ടല്ല, എക്സാമ്പിളാണ്. ഹണിറോസിനെ വിളിച്ച് ഞാൻ ഇനാഗുറേഷൻ പരിപാടിയോടുകൂടി അവരുടെ കഴിഞ്ഞു. പിന്നെ അവരുമായിട്ട് നമ്മളൊരു ബന്ധമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇനാഗുറേഷൻ ചെയ്തു എന്നൊരു സംഭവം മാത്രം. അതിന് ഫോട്ടോ എടുത്ത് വേണമെങ്കിൽ നമുക്ക് അവിടെ വയ്ക്കാം. ഇനാഗുറേഷൻ വന്നത് ഇന്ന നടിയാണ്, ഇല്ലെങ്കിൽ ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ വെക്കാം. പക്ഷേ അതിനുശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഗായത്രി അരുൺ എന്ന് പറഞ്ഞ ചേച്ചി, അതായത് DTIPS, ആ ചേച്ചിയുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് പ്രൊമോട്ട് ചെയ്യാണ് ഇവര്. എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ പഠിക്കാം ഇങ്ങനെ പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യാണ്. പക്ഷെ പ്രൊമോട്ട് ചെയ്ത കുഴപ്പമില്ല, നോർമലി പ്രൊമോഷൻ ചെയ്ത കുഴപ്പമൊന്നുമില്ല. പ്രൊമോട്ട് ചെയ്തെന്ന് വെച്ചാൽ ഇവരെ വെച്ച് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ എന്താ വെച്ചാൽ സ്വാഭാവികമായി ട്രസ്റ്റ് വരും, അങ്ങനെയാണ് കുഴപ്പമില്ല. പക്ഷേ ഇത് വന്നിട്ട് എന്താ നടന്നു ചോദിച്ചാൽ കുറേ സ്റ്റുഡൻസ് ഇതിന് വേണ്ടിയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. എന്നിട്ട് എന്താ വെച്ചാൽ അവർ പൈസ കിട്ടാതാവുക, അഡ്മിഷൻ കിട്ടാതാവുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ, സ്കാമാണ് കേട്ടോ, പക്കാ സ്കാമാണ് നടക്കുന്നത്, മനസ്സിലായില്ലേ? അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ചേച്ചി ഇപ്പോഴാണ് ഈ വീഡിയോ എടുത്തത്. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് കിങ് അഭിജിത്ത്, നമ്മുടെ സ്കാമിന്റെ ഒക്കെ ഇൻവെസ്റ്റിഗേറ്റിംഗ് കിങ് അഭിജിത്ത് ഓൾറെഡി വീഡിയോ ഇതിനെക്കുറിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജനുവരി ആ സമയത്ത് തന്നെ, മനസ്സിലായി. അപ്പൊ ചേച്ചി ഇപ്പോൾ ഇന്നലെയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലായിരുന്നു. ഞാൻ അഭിജിത്തിന്റെ സ്റ്റോറി കണ്ടപ്പോൾ മനസ്സിലായത്. എന്തായാലും ചേച്ചി ഗായത്രി അരുൺ എന്ന് പറഞ്ഞ ചേച്ചി ഒരു വീഡിയോ ഇട്ടതിന്റെ വീഡിയോ ഇവിടെ ഞാൻ പ്ലേ ചെയ്യാം, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഓക്കെ. വളരെ പ്രധാനപ്പെട്ട, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്കാമിനെ കുറിച്ച് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. 2024 സെപ്റ്റംബർ 3 കൊച്ചിയിലുള്ള ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം ഞാൻ ചെയ്തിരുന്നു. മറ്റു പല പ്രമുഖരും അതിലുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എനിക്ക് ഈ സ്ഥാപനത്തിനെതിരെ പല മെസ്സേജുകൾ വരുന്നുണ്ട്. അതായത് പൈസ അടച്ച് പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പല കുട്ടികളും സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ എനിക്ക് അയച്ചു തരുന്നുണ്ട്. എൻ്റെ ഫോട്ടോ ആണ് എൻ്റെ അനുവാദമില്ലാതെ ഇവർ ബിസിനസിന്റെ ആയിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. ബിസിനസ് വാട്സപ്പിലൊക്കെ ഇവർ എൻ്റെ പിക്ചറാണ് പ്രൊഫൈലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ അറിവോടുകൂടിയല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിയമപരമായിട്ട് അവർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഒപ്പം എൻ്റെ കൂടെ അന്ന് ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത കൊച്ചിയിലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ലീഡറിനെ ഞാൻ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് അദ്ദേഹത്തിനെ പേഴ്സണലി അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹവും നടപടികൾ എടുത്തുകൊള്ളാമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരു ഇനോഗ്രേഷൻ നമുക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും PR ഏജൻസി വഴിയാണ് നമുക്ക് ഉദ്ഘാടനങ്ങൾ വരിക. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ നമ്മൾ അതിന് എല്ലാ സർട്ടിഫിക്കേഷനും ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കും. അങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഉണ്ട് എന്നുള്ള അറിവോടുകൂടി തന്നെയാണ് ഞാനും ഇതിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത്. ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പും ശേഷവും എനിക്ക് ഇതിന്റെ ഡയറക്റ്റ് ഇവരുടെ ആരുമായിട്ടും എനിക്ക് യാതൊരു തരത്തിലും ബന്ധം ഇല്ല. എനിക്ക് ഇവരെ പേഴ്സണലി അറിയില്ല. ഇവര് എൻ്റെ സമ്മതമില്ലാതെയാണ് അന്ന് ഇനോഗ്രേഷൻ അവരെടുത്ത എൻ്റെ ഫോട്ടോ അവർ പബ്ലിസിറ്റിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടിട്ട് പല കുഞ്ഞുങ്ങളും അവരുടെ നല്ല ഭാവി കണ്ടുകൊണ്ട് പൈസ ഉണ്ടാക്കി, പല മാതാപിതാക്കളും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ വേണ്ടി പൈസ അടച്ച് പിന്നീട് ഇവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒരു വിവരവുമില്ല. ഞാൻ ഇവരുടെ ഗൂഗിൾ അക്കൗണ്ട് നോക്കിയപ്പോൾ പറ്റിക്കപ്പെട്ട ഒരുപാട് ആളുകളുടെ റിവ്യൂസ് എൻ്റെ അടിയിലുണ്ടായിരുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 300-ലധികം കുട്ടികളാണ് ഇവരുടെ തട്ടിപ്പിനിരയായിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും വേഗം നിയമപരമായി മുന്നോട്ട് പോവുക. കേരളത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ അവരെ എത്രയും വേഗം തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇനി സമയം ഒട്ടും തന്നെ കളയാതെ ലീഗലി തന്നെ മൂവ് ചെയ്യുക. ഇവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ സമ്മതമില്ലാതെ ഈ ഒരു തട്ടിപ്പിന് വേണ്ടിയിട്ട് എൻ്റെ ഫേസ് യൂസ് ചെയ്തതിന് ഞാനും ലീഗലി തന്നെ മൂവ് ചെയ്തു. അവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. നിങ്ങളും എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യം ചെയ്യുക. ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട്, ഇനിയും കൂടുതൽ ആളുകൾ ഇതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇവരുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യാത്തത് ലീഗലി മൂവ് ചെയ്തത് കൊണ്ടാണ്, നിയമതടസ്സമുള്ളത് കൊണ്ട് മാത്രമാണ് ഇവരുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യാത്തത്. ഇതിന്റെ ഭാഗമായ എല്ലാവർക്കും ഇവരുടെ ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലീഗലി മൂവ് ചെയ്യുക. ഈ തട്ടിപ്പ് നടത്തിയവരെ നിയമത്തിന് മുന്നിൽ എത്രയും വേഗം കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം. പേര് ചേച്ചി പറയില്ല പറഞ്ഞു, പക്ഷെ ഞാൻ പേര് പറയില്ല. അതിൽ കമന്റ് സെക്ഷൻ മൊത്തം ആൾക്കാർക്ക് അറിയാം. പ്രൈം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പേര്. അതിന്റെ പ്രൊഫൈൽ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഈ 300 കുട്ടികളോട് പറ്റിക്കപ്പെട്ടു. ഇനി നമ്മൾ അവരുടെ പ്രൊഫൈലൊന്നും വെച്ചില്ല പറഞ്ഞാൽ അത് മോശമാണ്. എന്താ വെച്ചാൽ ഇനിയും പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? 300 കുട്ടികളെ പറഞ്ഞാൽ കിടല ആലോചിച്ച് നോക്ക്.
സത്യം പറയില്ല, എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് വെച്ചാൽ നമ്മളും കുട്ടിയാണ്, സ്വാഭാവികം ഇനി അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വ്യക്തമായി അന്വേഷിച്ച ശേഷം ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായി പഠിച്ച ശേഷം നമ്മൾ അതിനുള്ള അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നോക്കുക. എന്ന് വെച്ചാൽ മുന്നേ പഠിച്ച ആരെങ്കിലും ഉണ്ടാവും, പക്ഷെ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ, അത് ശരിയാണ്. അപ്പം നമ്മൾ നന്നായി അന്വേഷിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ക്ലിയർ എല്ലാ അഡ്മിഷൻ ആണെങ്കിലും എന്താണ് കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മുടെ പൈസ കൊടുത്തുള്ള പരിപാടിയാണ്, മനസ്സിലായില്ലേ? അപ്പം ഞാൻ അബീത്താണ് ഇതിന് മുമ്പ് ഓൾറെഡി ഒരു വീഡിയോ ഇട്ട് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജനുവരി സമയത്ത് തന്നെ, ഇപ്പം ഗായത്രി ചേച്ചി ഇപ്പോഴായിട്ടത് ജനുവരി സമയത്ത് തന്നെ നമ്മുടെ അബീത്താണ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് പ്ലേ ചെയ്യാട്ടാ. ചേട്ടാ, പിന്നെ ഞാൻ കുറേ വട്ടം ചേട്ടനെ DM മെസ്സേജ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കും പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിനെപ്പറ്റി ആരെങ്കിലും ഒന്ന് പറയണമെന്നുണ്ട്. അപ്പം ചേട്ടൻ്റെ അടുത്താകുമ്പോൾ അത് പുറം ലോകം അറിയുമല്ലോ. എന്താണ് സംഭവം എന്നറിയാൻ നിങ്ങൾ ആദ്യം ഇത് കാണണം. ഇത് ആഷിക അശോകൻ പ്രൈം സ്കൂൾ ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി ചെയ്ത പരസ്യമാണ്. ഈ പ്രൈം സ്കൂൾ ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഓഫർ ചെയ്യുന്നത് ഓൺലൈൻ ഡിഗ്രികളാണ്. അതിലൊരെണ്ണമായിരുന്നു MSc സൈക്കോളജി ഡിഗ്രി. കേരളത്തിലെ ഒരുപാട് സ്റ്റുഡൻസ് ഇവരുടെ പരസ്യങ്ങൾ കണ്ട് ഈ MSc സൈക്കോളജി കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ആഡ് കണ്ടിട്ട് ഓരോരുത്തരായിട്ട് ജോയിൻ ചെയ്ത് തുടങ്ങി. ഇത് അഖിൽ പ്രൈമിൽ MSc സൈക്കോളജിക്ക് ജോയിൻ ചെയ്ത ഒരാളായിരുന്നു. പിന്നെ ഒക്കെ പേയ്മെന്റ് ചെയ്തേക്കുന്നത് ഒരു സെപ്റ്റംബർ ആ ഒരു ടൈമിനൊക്കെയുള്ളാണ് എല്ലാവരും ഫസ്റ്റ് പേയ്മെന്റ് ചെയ്തേക്കുന്നത്. ഒരു 10 രൂപ അടുത്ത് എല്ലാവരും ഫസ്റ്റ് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവര് കോഴ്സിന്റെ ഫീ ആയിട്ട് വാങ്ങിച്ചേക്കെന്ന് വെച്ചാൽ ചിലവരുടെ 40 രൂപ വാങ്ങിച്ചിട്ടുണ്ട്, ചിലവരുടെ 39 രൂപ വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് ഒക്ടോബർ 15 വരെ മാക്സിമം അഡ്മിഷൻ എടുത്ത് കൂട്ടി. സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെയാണ് പലരും പ്രൈം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ പൈസ കൊടുക്കുന്നത് MSc സൈക്കോളജി കോഴ്സിന്. അതായത് ഒരുപാട് ആൾക്കാർ ഈ പ്രൈമിന്റെ പരസ്യം കണ്ടിട്ട് MSc സൈക്കോളജി കോഴ്സിന് ജോയിൻ ചെയ്യുന്നു. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ കോഴ്സ് ആണ് എന്നാണ് അവർ പരസ്യം ചെയ്തത്. ഈ കാണുന്നത് അവർ സ്റ്റുഡൻസിന് ഷെയർ ചെയ്ത ബ്രോഷറുകളാണ്. ഒക്ടോബർ 2025 വരെ ഇവർ അഡ്മിഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു ഈ കോഴ്സിന്. ഇത് പ്രൈമിന്റെ സ്റ്റാഫായ ആതിര ഒരു സ്റ്റുഡന്റിന്റെ അടുത്ത് പേയ്മെന്റ് ചോദിക്കുന്നതിന്റെ സ്ക്രീൻഷോട്ടാണ്. ഡേറ്റ് നോക്കൂ, സെപ്റ്റംബർ 25, 2025 ആണ്. സെപ്റ്റംബർ 30 പ്രൈമിന് ആ സ്റ്റുഡന്റ് കോഴ്സിന്റെ ആദ്യ ഗഡു അയച്ചു കൊടുക്കുന്നുമുണ്ട്. പക്ഷേ UGC അതായത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ഓൺലൈനായിട്ട് MSc സൈക്കോളജി ഡിഗ്രികൾ ഓഫർ ചെയ്യുന്നതിൽ വിലക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റികളെ. പ്രൈം എല്ലാവരുടെയും അടുത്ത് ഇത് തന്നെയാണ് പറഞ്ഞത്. ഒക്ടോബറൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പൈസ കൊടുത്തതിന് ശേഷമാണ് ഇത് പറഞ്ഞത് കേട്ടോ. അതിനുശേഷം ഒക്ടോബർ 15 ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോ UGC കോഴ്സ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. UGC പറഞ്ഞു ഓൺലൈനായിട്ട് MSc സൈക്കോളജി കോഴ്സ് പഠിപ്പിക്കണ്ട എന്നുള്ള രീതിയിൽ UGC കോഴ്സ് ക്യാൻസൽ ചെയ്തു. പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ UGC ഇങ്ങനൊരു ഓൺലൈൻ കോഴ്സ് ബാൻ ചെയ്യുന്നത് ഓഗസ്റ്റ് 12, 2025 ഇതാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ ഓർഡർ. അതായത് ഈ പ്രൈം എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്ത കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. ഓഗസ്റ്റിൽ ബാൻ ചെയ്ത കോഴ്സിന് സെപ്റ്റംബറിലും ഒക്ടോബറിലും ഇവര് പൈസ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. സ്റ്റുഡൻസ് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇതുപോലൊരു ബാൻ വന്നിട്ടുള്ള കാര്യം തന്നെ. പക്ഷെ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അത് അറിയാതെ ഇരിക്കാൻ വല്ല സാധ്യതയുണ്ടോ? അതും ഒരു ഓൺലൈൻ കോഴ്സ് MSc സൈക്കോളജി ഓഫർ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം സ്റ്റുഡൻസ് പോയിട്ട് റീഫണ്ട് ചോദിച്ചപ്പോഴും അപ്പോഴേക്കും പിന്നീട് ഇവരുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഒന്നുമില്ല. അപ്പോഴാണ് ഓരോരുത്തരായിട്ട് ഇവരെ വിളിച്ചു തുടങ്ങിയത്. അപ്പൊ പല നമ്പറുകളും സ്വിച്ച് ഓഫ് ആയി തുടങ്ങി. കോൺടാക്ട് നമ്പർ മൊത്തം സ്വിച്ച് ഓഫ്, എല്ലാം നോൺ റീച്ചബിൾ, സ്വിച്ച് ഓഫ്. 100 കണക്കിന് സ്റ്റുഡൻസിന്റെ പൈസയാണ് ഇവർ തട്ടിയെടുത്തിരിക്കുന്നത്. പലരും ഈ പ്രൈം ഇൻസ്റ്റിറ്റ്യൂഷനിൽ പൈസ കൊടുത്തവിടെ ബജാജ് ഫിൻസർവിന്റെ EMI വെച്ചിട്ടാണ്. ഇല്ലാത്ത കോഴ്സിന് സ്റ്റുഡൻസ് ഇപ്പൊ എല്ലാ മാസവും EMI അടച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ല, പക്കാ സ്കാമാണ്. കോളേജിന്റെ പേരിലും പഠനത്തിന്റെ പേരിലും സ്കാം നടക്കുന്നുണ്ട്. മനസ്സിലായി ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ പല തരത്തിലും പൈസ ഉണ്ടാക്കും. നമ്മളത് എന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള പാവങ്ങൾ അല്ലെങ്കിൽ കുട്ടികളൊക്കെ പോയി പഠനം എന്താ വെച്ചാൽ അവർ പഠിച്ചെങ്ങനെ മുന്നേറണം ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം പറഞ്ഞിട്ട് വന്ന് അങ്ങനെ പോയി പഠന ആൾക്കാരാണ് കൂടുതലും. അതും ലോണൊക്കെ എടുത്തിട്ടാണ് ഇവിടെ പഠിക്കാൻ നിൽക്കുന്നത്. സോ അവർക്ക് പഠിച്ചിരിക്കണം. അപ്പോൾ ഉദ്ദേശിച്ച് പ്രൈം കോളേജ് എന്നാണ് ഇവിടെ പേര്, പ്രൈം ഓൺലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് കണ്ടില്ല നിങ്ങൾ. അപ്പോൾ അവർ തന്നെയാണ് കോളേജ്, അവരുടെ അതിൽ ആ ഒരു അടലാണ് അവർ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ UGC അല്ല ഇതിലടല്ലേ MBA അതൊക്കെ ഓപ്പൺ ഡിഗ്രി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് UGC അവർ വിലക്കുന്നത്. അത് ഇവർ ഇത്രയും സ്റ്റുഡൻസ് പേയ്മെന്റ് ചെയ്ത ശേഷമാണ് ഇവർ പറയുന്നത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ലാസ്റ്റ് പേയ്മെന്റ് ചെയ്ത് കുട്ടികളൊക്കെ അവർ വിളിക്കുന്ന സമയത്ത് ഇവർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ചെയ്യുന്നത്. പക്കാ തട്ടിപ്പണിയിലടല. അപ്പോൾ ഇവർക്കെതിരെ നിയമപരമായി നേരിടുകയും വേണം. എന്ന് വെച്ചാൽ ഇത്രയും പിള്ളേരെ പൈസ പോയിരിക്കുകയാണ്. സോ ഇനിയും എന്ന് വെച്ചാൽ ഇവരിപ്പോൾ ഇവർ വിട്ടു നിൽക്കില്ല. വിട്ടു വെച്ചാൽ ഇവരില്ലെങ്കിൽ ഇപ്പോൾ രക്ഷപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു പരിപാടി ഇവർ വരും. മനസ്സിലായില്ലേ? അടുത്ത പരിപാടി വരും, പിന്നെയും കുറേ ആൾക്കാരെ പറ്റിക്കും, പിന്നെയും പോകും. അതൊരു അവസ്ഥയിലേക്ക് നടക്കാൻ പോകുന്നത്. സോ പ്രൈം കോളേജ് പക്ഷേ കുറേ കോളേജ് കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓൺലൈൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ അവസ്ഥ ഒന്നും നമുക്കറിയില്ല. കറക്റ്റ് അന്വേഷിച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ കറക്റ്റായി നിങ്ങൾ എല്ലാവരും അന്വേഷിച്ചിട്ട് ഇപ്പോൾ പഠനമാണെങ്കിൽ പഠനം എന്താണെങ്കിലും മുന്നോട്ട് പോവാം. മനസ്സിലായി? അല്ലാതെ ചാട്ടിക്കയറി ഒന്നിനും പോയി കട്ടപ്പെട്ടരുത്. അതേ പറയുന്നുള്ളൂ.